എന്നെ വിട്ടോ? അയ്യോ അതെ ഇത് ചീറ്റുന്നു. അയ്യോ ഗഗൻഗിരി ഇങ്ങോട്ട് വണ്ടി വിടുന്നില്ലാന്ന്. ഒരു മൗണ്ടൻ, അവിടെ ഒരു മൗണ്ടൻ, അതുപോലെ തന്നെ ഇവിടെ ഒരു മൗണ്ടൻ. നമ്മുടെ കുതിര വന്നിട്ടുണ്ട്. നമ്മുടെ കുതിര റെഡി. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. റീൽ എടുത്തുതരാം 200 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ കുതിരപ്പുറത്താണ് കേട്ടോ. അവരെൻ്റെ ബാക്കിലുണ്ട്. മോനോട്ടോ ഇന്നാളി പോയത് ഓർമ്മയുണ്ടോടാ? ഷിംലയിൽ പോയപ്പോ പിടിച്ചിരുന്നോ കേട്ടോ. താഴെ സിനിമനെ क्या बात है भैया, ये तो इतना सामने से यार. साइड ഇത് കുട്ടി കുതിര. അതിന് എന്നെ വെയിറ്റ് സഹിക്കാൻ വയ്യാൻ തോന്നുന്നു. ഈശ്വര. ओके ओके खा लो खा लो खा लो. ഇല്ല ഇല്ല. I am feeling like I am warrior. बाहुबली. लग रहा मैडम. नहीं अंकल वो ये हॉर्स है ना, ये अपना वेट कजम कर रहे, पता नहीं है क्या कर रहे हैं. मतलब कि थोड़ा थोड़ा ऐसे हिल भी रहा है. डर लग रहा है हमें. हिले तो गाना चलेगा तो हिलेगा. हाँ ठीक है. चल मेरे घोड़े टिक 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 टिक. നിർമ്മാണോടെ ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു കുതിരക്കാരനാട്ടോ. I am feeling like അച്ഛൻ വേറെ, സുനിമോന് വേറെയാ. ഞാനിത് മാറ്റാൻ പോകുന്നു. മോനെ എന്റെ കൈ പെരുക്കുന്നു. just ഇങ്ങനെ എന്നെ വിട്ടോ? എന്നെ വിട്ടു കേട്ടോ. മോനോട്ടനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. കുതിരയും കാണും ചാടിപ്പോയെങ്കിൽ. അടിപൊളി വ്യൂ ആണ്. എൻ്റെ കൈയൊക്കെ മരവിച്ചിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് ക്യാമറ ഓണാക്കാൻ പറ്റത്തില്ല. എന്നെ ആരും പിടിച്ചിട്ടില്ല. മീൻസ് എൻ്റെ കുതിരേനെ ആരും പിടിച്ചിട്ടില്ല. തന്നെ കുതിര പോകുന്നത്. അയ്യോ അതെ ഇത് ചീറ്റുന്നു. പിന്നെ ഈ കാണുന്ന ഇത് കണ്ടില്ലേ, സ്ലെഡ്ജിങ്. ഇതിങ്ങനെ ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ്. പിന്നെ സ്നോ ബൈക്ക്, പിന്നെ പോണി റൈഡ്. ഈ 3 രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ മേളിൽ ചെന്നിട്ട് എടുക്കാട്ടോ. കൈ മരവിച്ചിട്ട് ഫോൺ പിടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ തിരിച്ച് താഴെ എത്തി. തിരിച്ചു വരുന്ന വഴിക്ക് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പറ്റില്ല കേട്ടോ മനുഷ്യനെ, പറ്റില്ല. മൈനസ് എത്ര 12 ഡിഗ്രിയാണ് അവിടെ. സമ്മതിക്കണം. അവിടെ ചില്ലെന്ന് വെച്ചാൽ നല്ല അതിൽ കുറവാണ്. ഇനി രാത്രിയിൽ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള എത്രയെന്ന് പറയട്ടെ, -19 at 9 PM. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം കൈ മരവിച്ചിട്ട് ഫോൺ പിടിക്കാനും പറ്റുന്നില്ല.
അതിന്റെ കൂടെ ഞങ്ങൾ ബൂട്ടൊന്നും ഇട്ടിട്ടില്ല. മീൻസ് നമ്മൾ കൊണ്ടുവന്ന ബൂട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇവിടുത്തെ ഉണ്ടല്ലോ ഇവരിങ്ങനെ സെല്ലിന്നല്ല, അത് ശരിക്കും റെന്റിന് തരുന്നത്. അതെടുത്തിട്ട് വേണമായിരുന്നു പോകാൻ. നമ്മളങ്ങോട്ട് ഇറങ്ങിയത് നമ്മളങ്ങ് പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ താഴെ വന്നു. വന്നു കഴിഞ്ഞിട്ടാണ് കൈയൊക്കെ ഇപ്പോഴാണൊന്ന് ജീവൻ വെച്ച് തുടങ്ങി. ഇത്രയും നേരം കൈ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ കാലേ ഇല്ല എനിക്ക്, സത്യം പറയുക. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ തിരിച്ച് വന്നിട്ട് നമ്മളിനി റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇന്ന് ഡേ 3 ആണ്. നമ്മളിപ്പോൾ ഉള്ളത് സോൻമർഗിലാണ്. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് പെഹൽഗാമിലോട്ടാണ്. അപ്പോൾ രാവിലെ നമ്മൾ റെഡിയായി ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ ഇന്നലത്തെ ചെയിൻ ഇട്ട വണ്ടിയില്ലേ പുള്ളി വരും. നമ്മുടെ മറ്റേ ഡ്രൈവർ പറഞ്ഞ സ്ഥലത്ത് എന്തായിരുന്നു ഗഗൻഗിരിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും. ഇപ്പൊ നമ്മുടെ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നറിയാമോ? ഇല്ല. അവിടെ മഞ്ഞ് വീഴുന്നു, മീൻസ് മഞ്ഞ് കാറ്റ്. തെന്നുന്നുണ്ട് കേട്ടോ. അത് സ്നോവിൻ്റെ കാറ്റടിക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. ഇതിൽ ക്ലിയർ അല്ല. മഞ്ഞ് കാറ്റ് കണ്ടോ? ക്ലിയർ അല്ല. വീരുമ്പോൾ സ്നോ ആണോ ഇത്? ഇതിലത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. ചെറിയ ഇവിടെ നിന്ന് താര ഇറങ്ങുവാണെങ്കിൽ നേരെ ഇവിടെ എല്ലാം മഞ്ഞാട്ടാ. ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ പോവാം, പക്ഷേ തണുപ്പ് കാരണം എനിക്ക് പോകാൻ വയ്യ. തെന്നുന്നുണ്ട് എനിക്ക് ഈ ചെരുപ്പ്. മറ്റേ ചെരുപ്പിട്ട് എനിക്ക് കാല് വേദന. നല്ലോണം തെന്നുന്നു, നല്ലോണം തെന്നുന്നു. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. വി ആർ ദ ബോയ്സ്. റെസ്റ്റോറൻറ്റ് അവിടെയാണ്. എവിടെ? അവിടെ. പിന്നെ അവിടെ ഒരു സ്നോമാൻ ഉണ്ട്. അത് നമ്മളെ കൊല്ലുന്നതായിരിക്കും ഇന്ന്. ഞാൻ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നന്നായി. നമ്മുടെ ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 9 മണിയായി. നമ്മളോട് 9:30 വരും എന്നാണ് പറഞ്ഞത് പിക്ക് ചെയ്യാനായിട്ട്. പക്ഷേങ്കിൽ താഴെ ഞാൻ പറഞ്ഞില്ലേ ഗഗൻഗിരി ഇങ്ങോട്ട് വണ്ടി വിടുന്നില്ല എന്ന്. നന്നായി. അപ്പോൾ നമുക്ക് അത്രയും നേരം കൂടി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാലോ. ആക്ച്വലി അത് അങ്ങനെയുള്ള ഒരു വണ്ടിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കാർഗോ ഒക്കെ ക്യാരി ചെയ്യാനുള്ള ബാക്കില്ല. പിന്നെ ചെയിൻ്റെ വണ്ടിയാണ്. ആ വണ്ടിയൊക്കെ കണ്ടോ നിങ്ങൾ? അതൊന്നും കാണിച്ചിരുന്നു. കണ്ടോ? എന്താ അവിടെ ഒരു ചെയിൻ കണ്ടോ വണ്ടീൻ്റെ വീലില്? അതാണ് ചെയിൻ്റെ. അത് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. രാവിലത്തെ വ്യൂ കണ്ട് ഒരു രക്ഷയില്ല. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. ഗൈസ്, പിന്നെ വരുമ്പോൾ ഇവിടെ ഒന്നും കൊണ്ടുവരാതെ ഇങ്ങോട്ട് വരല്ലോ. ഇത് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തണുത്ത കാറ്റുണ്ട്, മഞ്ഞ് കാറ്റ് വീഴും, സ്നോഫോൾ പോലെ. എടാ ഇതുണ്ടോ? അതെന്താണെന്നറിയില്ല. ഇതിലെത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ തണുത്ത കാറ്റ്, മഞ്ഞ് കാറ്റ് എനിക്ക് തന്നെയാ. ഞാൻ ഈ പണ്ടാരം ചെരുപ്പ് ഇട്ടോണ്ട് ഇറങ്ങിയിട്ട് ഞാനൊരു ബൂട്ടിൻ്റെ ചെരുപ്പായിരുന്നു. ആക്ച്വലി ബൂട്ടിൻ്റെ ഷൂ ആയിരുന്നു ഇട്ടിരുന്നത്. സോറി, ഞാനൊരു ബൂട്ടായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഭയങ്കര ഞാൻ സംസാരിക്കട്ടെ. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഭയങ്കര ടൈറ്റാണേ. ഇപ്പോൾ തണുപ്പും കൂടെ അടിച്ചു കഴിയുമ്പോൾ കാലിന് ഭയങ്കര വേദന. അതുകൊണ്ട് ഞാനിപ്പോൾ നോർമൽ നമ്മുടെ ഇത്തിരി ഷൂല്ലേ ഇതാ ഇട്ടേക്കുന്നത്. എന്താവും എന്നറിയില്ല ഇന്നത്തെ അവസ്ഥ. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം തെന്നുന്നുണ്ട്.
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് വന്ന് ഇതാണ് ഇപ്പോൾ മോനോട്ടം തന്നെ അടിച്ച് വീണേനായിരുന്നു. ഇതാണ് റിസപ്ഷൻ. അയ്യോ തിന്നുന്ന ഈശ്വര. ഇതാണ് റെസ്റ്റോറൻറ്റ്. തിന്നടിച്ച് വീഴായിരുന്നു മതി. ഇവിടെ തടിയുടെ ഫ്ലോറാണ്. എന്താ കഴിക്കാനുള്ള എന്നത്? എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ്, കട്, എന്താ ആലു പൊറോട്ട, പായസം അല്ല, ഓട്സ്. പൊട്ടറ്റോ, ബോയിൽഡ് പൊട്ടറ്റോ. ഹായ് ഗൈസ്. അപ്പം ഞങ്ങൾ രാവിലെ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മുടെ ഡ്രൈവർ ഇന്നലെ പറഞ്ഞ സ്ഥലം ഏതാ? ഗഗൻഗീറിന്ന് 10 മണി കഴിഞ്ഞിട്ട് വണ്ടി കയറ്റി വിടത്തുള്ളൂ. അപ്പം അയാൾക്ക് അപ്പം അവർക്ക് വരാൻ സമയം ഇതുണ്ടോ, കാറ്റടിച്ചിട്ട് ഐസ് മഞ്ഞ് പോലെ വീഴുന്നുണ്ടോ. നോക്കി എന്ത് രസം കടവരുന്നുണ്ടോ. ഓക്കെ, നല്ല രസമല്ലേ? അപ്പം ഇവിടെ മുന്നോട്ട് തന്നെ ഒന്ന് ഇറങ്ങി നമ്മളെ കീട്ടു സ്ഥലമാണ് കേട്ടോ ഇത്. നിങ്ങൾ എപ്പോഴും ഓർത്തോണം ഈ സ്ഥലം. അല്ല, ഈ സ്ഥലം സോണമാർഗില് ഈ എന്തുവാ മൗണ്ട്, അതായത് സോണമാർഗ് പ്രോപ്പർ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട്. ഇഷ്ടംപോലെ റിസോർട്ട് മീൻസ് ഹോട്ടൽസ് ഉണ്ട്. ഏതെങ്കിലും ഒന്നും എടുക്കണം. നമ്മളെടുത്തത് മൗണ്ട് വ്യൂ ആണ്. കീടു കേട്ടോ. അവിടുത്തെ ആക്ടിവിറ്റി ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ആക്ടിവിറ്റി ചെയ്യുക, തിരിച്ച് കയറുക, വീണ്ടും ആക്ടിവിറ്റി ചെയ്യുക, വീണ്ടും കയറുക, എല്ലാം. അപ്പോൾ കിടുവാണ് കേട്ടോ. നോക്കിക്കേ, നല്ല രസമാണ്. നോക്കി പിന്നെ ഏത് ഹോട്ടൽസ് എടുത്താലും നല്ല ഒരു വെർത്താണ്, അടിപൊളി. നമ്മളിപ്പോൾ എത്തേക്കുന്ന ഈ മൗണ്ട് വ്യൂ എന്ന് പറഞ്ഞതിന്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം മൗണ്ടൻ ആണ്. അതിങ്ങനെ ഫുള്ള് കീടു കേട്ടോ, കീടു സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഡ്രൈവർ വരാൻ വേണ്ടി. ഡ്രൈവർ പറഞ്ഞു, സാറേ ഇവിടുന്ന് ഒരു വണ്ടി, ഇവിടെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അവരുടെ അടുത്ത് പറയട്ടെ, അവർ കൊണ്ട് വിടുമെന്ന് ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾ തന്നെ വന്നാൽ മതി, സമയം പോലെ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് കൂടെ എടുക്കാൻ പറ്റില്ല. കാരണം ശരിക്കും നമ്മുടെ ചെക്കൗട്ട് എന്ന് പറയുന്നത് 12 മണിയാണ്. അപ്പോൾ ഈ അടുത്ത സ്പോട്ടിലേക്ക് എത്താനുള്ള കുറേ ദൂരമുണ്ട്, 4 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നേരത്തെ റെഡിയാവാൻ പറഞ്ഞത്. അതെ അതെ, നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. അതെ, ഒറ്റ കാര്യമുള്ളൂ കേട്ടോ. അതായത് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിലും സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഭയങ്കര തണുപ്പാണ്. നല്ല തയ്യാറെടുപ്പോട് കൂടി വരിക. കയ്യിലിടാനുള്ളതും കാലിടാനുള്ളതും. അത് ഓരോ മട്ടത്തരം കാണിക്കും. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കയ്യിലെ ഗ്ലൗസ് ഇട്ടില്ല. ഗ്ലൗസ് ഇടാതെ കാരണം ഫുഡ് കഴിക്കാൻ. എന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മഞ്ഞ് കണ്ടപ്പോൾ എന്നാ ഓർത്തു എന്നപ്പോൾ വണ്ടി കാണാം. മഞ്ഞു കാര്യം കയ്യെല്ലാം എപ്പോഴും പൊള്ളിയിരിക്കുക. ഐസ് ബേൺ ആയിട്ടിരിക്കുക കയ്യെല്ലാം. നല്ല രസമല്ലേ? നല്ല രസമല്ലേ? കിടുവച്ചല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ കുറച്ചങ്ങോട്ട് പോയാൽ മതി, നമ്മളിലേക്ക് ചെല്ലും. നല്ല കിടുവാ കേട്ടോ. ഐസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഐസ് ക്ലീൻ ആയിട്ട്. പിന്നെ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ എല്ലാ ആക്ടിവിറ്റീസിലും കയറി. നമ്മൾ ആകെ ഇന്നലെ കുതിരപ്പുറത്ത് കയറി, കുതിരവണ്ടിച്ചൽമരെ പോണി റൈഡ് എന്നാണ് പറയുന്നത്. പറഞ്ഞല്ലോ, ഈ പുറത്ത് ഇത്ര തണുപ്പാണെങ്കിലും ഇത്രയും നല്ല ഹോട്ടൽസിലൊക്കെ ഫുള്ള് ഹീറ്റർ സെറ്റപ്പ്, സെൻട്രലൈസ്ഡ് ഹീറ്ററും അങ്ങനത്തെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രലൈസ്ഡ് ഹീറ്റർ, പിന്നെ ചെറിയൊരു ഹീറ്റർ, അത് കൂടാതെ ബെഡില് ഹീറ്റ് ഉള്ള ബെഡ്. സുഖമാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തണുപ്പ് അറിയേയില്ല. പുറത്തിറങ്ങല്ലോ കേട്ടോ, പുറത്തിറങ്ങല ഒരു കാരണവശാലും പുറത്തിറങ്ങല്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ തന്നി ഗുണം അറിയും. ഓക്കെ, -17 -15 ഒക്കെ ആയിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ. അത് നോക്കിക്കേ, ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഇറങ്ങിയാൽ മതി. കാണാൻ പറ്റുന്നുണ്ടോ? കീഴ് ദൂരെ എങ്ങും പോകണ്ട. 2 മൗണ്ടൻ നോക്കിയേ. അവിടെ ഒരു മൗണ്ടന്, അവിടെ ഒരു മൗണ്ടൻ, അതുപോലെ തന്നെ ഇവിടെ ഒരു മൗണ്ടൻ. കണ്ടാ കിടുവല്ലേ?
അടിപൊളിയല്ലേ? ഈ തണുപ്പ് ഇടയ്ക്കിടയ്ക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇറങ്ങും. അതെ, ഞങ്ങൾ പോകും, റൂമിൽ പോകും, ചൂടാവും, പിന്നെ ഇറങ്ങും. ഓക്കെ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വേണം. ഇവിടെ നമ്മൾ ചെക്കൗട്ട് ഇപ്പോഴേ ചെയ്യത്തില്ല, ഒരു അരമണിക്കൂർ കൂടെ. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.